ആചാര്യ അക്കാഡമി. ഇന്നത്തെ വീഡിയോ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. EMR സ്റ്റാഫ് സെലക്ഷൻ എക്സാം 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കുറച്ചു കാലമായി നമ്മൾ NVSൻ്റെയും KVSൻ്റെയും EMRSൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ, EMRSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഒരുപാട് വേക്കൻസിയുമായിട്ടാണ് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് EMRSൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയാനും ആചാര്യ അക്കാഡമി നടത്തുന്ന പലതരം കോഴ്സുകളെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ നോട്ട് ചെയ്തു വെച്ചോളൂ, 8075771346. ഇനി നിങ്ങൾക്ക് ആചാര്യ അക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് EMRSനെ കുറിച്ച് കൂടുതൽ അറിയാം. EMRSൻ്റെ ഫുൾ ഫോം എന്താണ്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് അല്ലേ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്കൂളുകളാണ് EMRS എന്ന് പറയുന്നത്. നമ്മുടെ ഈ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫെയേഴ്സിന് അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ് ഈ നമ്മുടെ ഈ EMRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ സ്കൂളുകളാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് കീഴെ പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്, റെസിഡൻഷ്യൽ സ്കൂളുകളാണ് അല്ലേ. നല്ല അട്രാക്റ്റീവായിട്ടുള്ള സാലറിയുള്ള ജോബുകൾ ഒരുപാടുണ്ട് EMRS. നോൺ ടീച്ചിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും പലതരത്തിലുള്ള ഒരുപാട് വേക്കൻസികൾ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമുക്കറിയാം EMRS എന്ന സ്കൂളുകൾ ST കാറ്റഗറിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച 1997-98 കാലഘട്ടത്തിലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം കറൻ്റ്ലി ഫങ്ഷൻ ആയത് ഒരു 485 സ്കൂളുകളോളം ഇപ്പം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് സ്കൂളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിലൊക്കെ ഒരുപാട് EMRS സ്കൂളുകൾക്ക് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരുപാട് വേക്കൻസി ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 23-ാം തീയതിയാണ്. ഓക്കെ, 23/10/2025. ഓക്കെ, അതായത് ഒക്ടോബർ മാസം 23-ാം തീയതി, അടുത്ത മാസം 23-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റിൽ വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് എത്ര ഫീ ആണ് അല്ലേ, ഏകദേശം എത്ര ഫീ വരും എന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ SC ST ഫീമെയിൽ കാറ്റഗറിക്ക്, അതേപോലെ PWD കാൻഡിഡേറ്റ്സിന് ഫീസില്ല എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസില്ല. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? SC കാറ്റഗറി, ST കാറ്റഗറി, ഫീമെയിൽസ്, PWD കാൻഡിഡേറ്റ്സിന് എന്തില്ല? അപ്ലിക്കേഷൻ ഫീ ഇല്ല, പ്രോസസ്സിംഗ് ഫീ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് നോക്കാം. പ്രിൻസിപ്പൽ പോസ്റ്റിന് എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ്? SC ST PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, പ്രോസസ്സിംഗ് ഫീ 500 ആണ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ള 500 കൊടുത്താൽ മതി. അതേപോലെ PGT TGT എന്നീ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എത്രയാണ്? 500 ആണ്. ഓക്കെ, അതേപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിന് 500. അതായത് ഈ ഫീമെയിൽ SC ST PWD കാൻഡിഡേറ്റ്സിന് 500 റുപ്പീസ് പ്രോസസ്സിംഗ് ഫീ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ കാറ്റഗറിയിൽ പെടാത്ത മറ്റുള്ള ജനറൽ ആയിട്ടുള്ള കാറ്റഗറിക്ക് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ 2000 ആണ്. ഓക്കെ, പ്രോസസ്സിംഗ് ഫീ 500 ആണ്. അങ്ങനെ 2500 റുപ്പീസാണ് ഫീ ആയിട്ട് വരുന്നത്. ഇനി PGT TGT കാറ്റഗറിക്ക് അപ്ലിക്കേഷൻ ഫീ 1500 ആണ്, പ്രോസസ്സിംഗ് ഫീ 500 ആണ്. അങ്ങനെ 2000 റുപ്പീസാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. ഇനി നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ 1000 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ, 500 റുപ്പീസ് പ്രോസസ്സിംഗ് ഫീ ആണ്. അങ്ങനെ 1500 റുപ്പീസാണ് അപ്ലൈ ചെയ്യാനുള്ള മൊത്തം ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഫീമെയിൽസിനായിക്കോട്ടെ SC ST PWD കാൻഡിഡേറ്റ്സിന് എന്തില്ല? അപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീരെ ഫീ ഇല്ല എന്നല്ല, അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീ ഇല്ല, പക്ഷേ പ്രോസസ്സിംഗ് ഫീ 500 3 കാറ്റഗറിക്ക് വേണ്ടി 3 പോസ്റ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാം. 3 പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ 500 റുപ്പീസ് കൊടുക്കണം.
ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കൊക്കെ നോർമൽ പിന്നെ എന്താണ് പ്രിൻസിപ്പൽ PGT TGT നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ ഇവർക്ക് പ്രോസസ്സിംഗ് ഫീയും ഉണ്ട്, അപ്ലിക്കേഷൻ ഫീയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായി, ഫീസിൻ്റെ കാര്യമൊക്കെ ആയല്ലോ. ഇനി വേക്കൻസി എത്രയാണെന്നായിരിക്കും നിങ്ങൾക്ക് ചിന്ത അല്ലേ? അപ്പോൾ വേക്കൻസി നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ വേക്കൻസി നോക്കാം. പ്രിൻസിപ്പൽ വേക്കൻസിക്ക് ഇന്ത്യ മൊത്തമാകാണ്, നാഷണൽ ലെവൽ വേക്കൻസിയാണ് കേട്ടോ, മൊത്തമുള്ള വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 225 വേക്കൻസികൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ PGT മൊത്തം വിഷയം ഓക്കെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, അങ്ങനെ എല്ലാത്തരം PGTക്കും 1460 വേക്കൻസിയാണ് മൊത്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. TGT ആണെങ്കിൽ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഈ TGTക്ക് മൊത്തമായിട്ട് 3962 വേക്കൻസികളാണ് മൊത്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോൺ ടീച്ചിങ് ഇതിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന് എത്രയാണ് 550. ഓക്കെ, 550 വേക്കൻസിയാണ്, 550 വേക്കൻസിയാണ് കേട്ടോ ടോട്ടലായിട്ട് ഉള്ളത്. ഹോസ്റ്റൽ വാർഡനുണ്ട്, 635 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടൻ്റ് ഉണ്ട് കേട്ടോ, 61 വേക്കൻസിയാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, JSA. ഓക്കെ, ഈ JSA 228 വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, ലാബ് അറ്റൻഡ് 146 വേക്കൻസി ഉണ്ട്. അങ്ങനെ മൊത്തമായിട്ട് 7267 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ ഒരു എക്സാം കൂടിയാണ് EMRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ടീച്ചിങ് പോസ്റ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, മറ്റുള്ള നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേക്കൻസിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേക്കൻസിയുടെ ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PGT എന്ന് പറയുന്നത് ഗ്രൂപ്പ് B തസ്തികയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ PGTയിലെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. PGT ഇംഗ്ലീഷിലാണെങ്കിൽ മൊത്തമായിട്ട് 112 വേക്കൻസിയാണ് കേട്ടോ ഉള്ളത്. അത് അൺറിസർവ്ഡ്, അതായത് ജനറൽ കാറ്റഗറിക്ക് ഓപ്പൺ കോട്ടയിൽ 47 വേക്കൻസി, EWSൽ 11, OBCക്ക് 30, SC 16, ST 8, VA അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് 2, ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ളവർക്ക് 1, പിന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി LD എന്ന് പറയുന്നത് 1, മറ്റുള്ള വേക്കൻസി 1, അങ്ങനെയാണുള്ളത്. അങ്ങനെ മൊത്തം 112 വേക്കൻസി ഉണ്ട്. ഇനി ഹിന്ദി നോക്കാം. ഹിന്ദിക്ക് 81 വേക്കൻസിയാണുള്ളത്. മൊത്തമായിട്ട് എത്രയാണ്, 81 വേക്കൻസിയാണ് കേട്ടോ ഹിന്ദിക്കുള്ളത്. അൺറിസർവ്ഡിന് 34. ഓക്കെ, ഇതിൽ 34 വേക്കൻസി അൺറിസർവ്ഡ് ആണ്, ഓപ്പൺ ആണ്. EWSനാണെങ്കിൽ 8 വേക്കൻസി, OBC NCLന് 21 വേക്കൻസി, SCക്ക് 12, STക്ക് 6, VAക്ക് വേക്കൻസി ഇല്ല കേട്ടോ. ഹിയറിംഗ് ഇമ്പയർഡിന് 1 ഉണ്ട്, LDക്ക് 1 ഉണ്ട്, ബാക്കിയുള്ളത് 1 വേക്കൻസിയാണ് ഉള്ളത്. അങ്ങനെ 81 വേക്കൻസി ഉണ്ട്. ഇനി PGT മാത്സിനാണെങ്കിൽ 134 വേക്കൻസിയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തത്. URന് 55 വേക്കൻസി ഉണ്ട്, EWSന് 13, OBCക്ക് 36, SCക്ക് 20, STക്ക് 10, VIക്ക് 2, HIക്ക് 2, LDക്ക് 1, അതേഴ്സിന് 1. അങ്ങനെ 134 വേക്കൻസി മാത്സിന് PGTക്കാർക്കുണ്ട്. കെമിസ്ട്രിക്ക് 169 വേക്കൻസി. ഓക്കെ, കെമിസ്ട്രിക്കാരൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി. 169 വേക്കൻസി ഉണ്ട് കേട്ടോ. അൺറിസർവ്ഡിന് 71, ഇതിൽ 71 UR ആണുള്ളത്. EWS 16, OBC 45, SC 25, ST 12, VI 1, HI 1, LD 2, മറ്റുള്ളവ 2 ആണ്. ഓക്കെ, ഫിസിക്സ് നോക്കിക്കോളൂ. ഫിസിക്സിന് നല്ല വേക്കൻസി കൂടുതലുണ്ട്. 198 വേക്കൻസിയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് PGT ഫിസിക്സുകാർക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, 198 വേക്കൻസി ഉണ്ട്. URന് 83, EWSന് 19, OBCക്ക് 53, SCക്ക് 29, STക്ക് 14, VIക്ക് 2, HIക്ക് 2, LDക്ക് 2, മറ്റുള്ളവയ്ക്ക് 2. ഓക്കെ, ബയോളജി ഉണ്ട്. ബയോളജിക്ക് 99 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 43 UR ആണ്. EWS 9, 26, OBC ഉണ്ട്. SCക്ക് 14, STക്ക് 7, VIക്ക് 1,
HIക്ക് 1, LDക്ക് 1, മറ്റുള്ളവ 1. ഓക്കെ. ഹിസ്റ്ററിക്ക് 140 വേക്കൻസി ഉണ്ട്. 140-ൽ 58 UR ഉണ്ട്. EWS 14 ഓക്കെ. EWS എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് EWS എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ OBCക്ക് 37 ഉണ്ട്, SCക്ക് 21, STക്ക് 10, VIക്ക് 2, HIക്ക് 2, LDക്കും അതേഴ്സിന് 1 വീതമാണുള്ളത്. ജിയോഗ്രഫിക്ക് 98 വേക്കൻസിയാണുള്ളത്. ഇതിൽ 42 UR ആണ്, EWSന് 9 ആണ്, OBCക്ക് 26, SCക്ക് 14, STക്ക് 7, VIക്ക് 1, HIക്ക് 1, LDക്ക് 1, അതേഴ്സിന് 1. ഓക്കെ. കൊമേഴ്സിന് 120 വേക്കൻസി ഉണ്ട്. ഇതിൽ 49 URനാണ്, EWSന് 12, OBSന് 30, OBS അല്ല, OBCക്ക് 32, SC 18, ST 9, VI 1, പിന്നെ അതേപോലെ HI 1, LD 2, മറ്റുള്ളവ 1. എക്കണോമിക്സുകാർക്ക് വേക്കൻസി കൂടുതലുണ്ട്. 155 വേക്കൻസി ഉണ്ട്. URന് 65 ഉണ്ട്, EWS 15, OBCക്ക് 41 വേക്കൻസിയാണുള്ളത്, SCക്ക് 23, STക്ക് 11 വേക്കൻസി ഉണ്ട്. ഓക്കെ. പിന്നെ VIക്ക് 2, HIക്കും LDക്കും ഓരോ വേക്കൻസി വീതം, അതേഴ്സിന് 2 ആണുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്കും നല്ല വേക്കൻസി ഉണ്ട്. 154 വേക്കൻസി ഉണ്ട് കേട്ടോ. URന് 64, EWS 15, OBCക്ക് 41, SCക്ക് 23, STക്ക് 11, VIക്ക് 1, HIക്കും LDക്കും 2 വീതം, അതേഴ്സ് 1. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കൂ, അത്യാവശ്യം മോശമില്ലാത്ത നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇത്രയും വേക്കൻസിയാണ് PGT കാറ്റഗറിക്ക് ഉള്ളത്. ഓക്കെ. ഇനി TGT നോക്കാം. ഓക്കെ. TGTക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. TGT ഹിന്ദിക്ക് നോക്കണേ, 424 വേക്കൻസി. അപ്പം നിങ്ങൾ നോക്കൂ, ഹിന്ദിക്ക് 424 വേക്കൻസി ഉണ്ട് TGTക്ക്. ഓക്കെ. ഹിന്ദിക്കാരൊക്കെ ഒന്ന് ഹിന്ദി TGT ഉള്ളവരൊന്ന് നല്ല രീതിയിലൊന്ന് ആഞ്ഞു പിടിച്ചോ കേട്ടോ. അപ്പം UR 174 ഉണ്ട്, EWS 42 ഉണ്ട്, OBCക്ക് 114 ഉണ്ട്, SCക്ക് 63, STക്ക് 31, VI, HI, LDക്കൊക്കെ 4 വീതം, അതേഴ്സിന് 5. ഇംഗ്ലീഷിന് 395 വേക്കൻസി. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെച്ചാൽ TGT ആണെങ്കിലും PGT ആണെങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് കേട്ടോ. UR 162, EWS 39, OBCക്ക് 106, SC 59, ST 29, പിന്നെ VI, HI, LDക്കൊക്കെ അതേഴ്സിനൊക്കെ 4 വീതം. മാത്സിന് 381 വേക്കൻസി ഉണ്ട്. UR 156, EWS 38, OBCക്ക് 102, SCക്ക് 58 വേക്കൻസി ഉണ്ട്, STക്ക് 29, ബാക്കിയുള്ള VI, HI, LD അതേഴ്സിനൊക്കെ 4 വേക്കൻസി വീതമാണ്. സയൻസ് ഓക്കെ. TGT സയൻസുകാർക്കും 408 വേക്കൻസി. ഓക്കെ. നല്ല രീതിയിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് TGTക്ക്. അപ്പം 408 വേക്കൻസി ഉണ്ട് TGT സയൻസിന്. 167 UR ഉണ്ട് കേട്ടോ. EWS 40, OBCക്ക് 110 ഒഴിവുണ്ട് കേട്ടോ. ഇതിൽ SCക്ക് 61, STക്ക് 30, ബാക്കിയെല്ലാം VI, HI, LD അതേഴ്സൊക്കെ 4 വീതം. പിന്നെ കമ്പ്യൂട്ടർ സയൻസിലാണ് ഏറ്റവും കൂടുതൽ TGT വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 550 വേക്കൻസി. നിങ്ങൾ നോക്കണേ, 550 വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർ ഒന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ചു തുടങ്ങിക്കോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇതിൽ 550-ൽ UR 224 വേക്കൻസിയാണുള്ളത്. EWSന് 55, OBCക്ക് 148 വേക്കൻസി ഉണ്ട്, SCക്ക് 82 വേക്കൻസി ഉണ്ട് കേട്ടോ, STക്ക് 41, VI 6, HI, LDക്കൊക്കെ 5 വീതമാണ്, അതേഴ്സ് 6. ഓക്കെ. ഇങ്ങനെ ഇത്രയും വേക്കൻസി ടോട്ടലായിട്ട് 2550 വേക്കൻസിയാണ് TGTയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ TGTക്ക് ആണെങ്കിലും PGTക്ക് ആണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത വേക്കൻസിയാണ്. TGTക്കാർക്കാണ് നല്ല രീതിയിൽ എന്ത് ചെയ്തത്, കോളടിച്ചിരിക്കുന്നത് അല്ലേ. നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയണ്ടേ. ഓക്കെ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി 50%. ഓക്കെ. അപ്പോൾ അതായത് 50% കൂടെയുള്ള മാസ്റ്റർ ഡിഗ്രി ഏത് വിഷയമായിക്കോട്ടെ, അതിൽ MA അല്ലെങ്കിൽ MSCയോ MCOMോ അങ്ങനെയുള്ള ഏതെങ്കിലും മാസ്റ്റർ ഡിഗ്രി, MTechോ എന്തെങ്കിലും മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. BEd ഉണ്ടായിരിക്കണം. 12 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇൻ സ്കൂൾ. ഓക്കെ. അപ്പോൾ 12 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം PGയും BEdും പ്ലസ് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം.
പിന്നെ PGT പോസ്റ്റാണ്. PGT പോസ്റ്റിനാണെങ്കിൽ നമുക്ക് ഏതാണോ വിഷയം ആ വിഷയത്തിൻ്റെ PG നമുക്കുണ്ടായിരിക്കണം. അതിൽ 50% മാർക്കോടെ നമ്മൾ PG പാസ്സായിരിക്കണം, മാസ്റ്റർ ഡിഗ്രി പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ B.Ed നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള B.Ed ഉണ്ടായിരിക്കണം. അതിൽ 50% മാർക്കോടെ B.Ed നമ്മൾ പാസ്സാക്കിയിരിക്കണം. പിന്നെ PGT കമ്പ്യൂട്ടർ സയൻസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അതായത് MSc കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ MCA, ME, MTech, ഓക്കെ, അതേപോലെ ഇങ്ങനെയുള്ള MSc ആയിക്കോട്ടെ, ME ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, MCA ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? PGT കമ്പ്യൂട്ടർ സയൻസിനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവർക്കൊക്കെ 50% മാർക്കിലൂടെ നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, ഇങ്ങനെ PG ഉള്ളവർക്ക്, കമ്പ്യൂട്ടർ സയൻസിൽ PG ഉള്ളവർക്ക് എന്ത് ചെയ്യാം? PGT കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, B.Ed മാൻഡേറ്ററി അല്ല. ഓക്കെ, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനും ഈ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാനും B.Ed ആവശ്യമല്ല. പിന്നെ പ്രൊമോഷൻ സാധ്യതകൾക്കൊക്കെ കൂടുതൽ വേണമെങ്കിൽ B.Ed വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പോസ്റ്റിൽ എക്സാം എഴുതാനും നിങ്ങൾ സെലക്ട് ചെയ്യാനും B.Ed ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ TGT ആണ്. TGT ആണെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ആ സബ്ജക്റ്റിലെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. 50% പാസ്സായിരിക്കണം. BA-യോ BCom-ഓ BSc-യോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പാസ്സായിരിക്കണം. പിന്നെ B.Ed ഉണ്ടായിരിക്കണം. CTET ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഓക്കെ, CTET നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ TGT കമ്പ്യൂട്ടർ സയൻസിന് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ, അത് കമ്പ്യൂട്ടർ സയൻസിലോ IT-യിലോ ഇട്ടോ നിങ്ങൾക്ക് ഗ്രാജുവേഷനോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞ പോലെ B.Ed മാൻഡേറ്ററി അല്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതക്കൊക്കെ വേണമെങ്കിൽ B.Ed എടുക്കാം. ഓക്കെ, അത് മാൻഡേറ്ററി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇനി ഏജ് ലിമിറ്റ്. ഓക്കെ, ഏജ് ലിമിറ്റ് നോക്കണേ. പ്രിൻസിപ്പൽ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് 50 ഇയർ ആണ്. ഓക്കെ, 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പ്രിൻസിപ്പൽ എന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. PGTക്കാർക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ജനറലായിട്ടുള്ള ഏജ് ലിമിറ്റ് ആട്ടോ പറയുന്നത്. അതിന് ഒരുപാട് ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതിപ്പോൾ നമ്മൾ പറയുന്നുണ്ട്. TGTക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് വിമൻ, അതായത് PGTയും TGTക്കാർക്കും വിമൻ ആണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ 10 വർഷത്തെ ഇളവുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ വിമൻ ആണെങ്കിൽ PGTക്കാർക്കും TGTക്കാർക്കും എന്ത് ചെയ്യാം? PGTക്കാർക്കാണെങ്കിൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. TGTക്കാർക്കാണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി SC STക്കാർക്ക് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്കാർക്ക് 3 വയസ്സ് വരെ പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊക്കെ എന്താണ്, ഒന്ന് നല്ല രീതിയിൽ പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഏജ് എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് എ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് കിട്ടും. ഏജ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ലെവൽ ഓഫ് പേ, ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഈ എക്സാമിനുള്ള ഒരു പ്രധാനപ്പെട്ട, പലർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലെവൽ ഓഫ് പേ ആണ് അല്ലേ? നമുക്ക് എത്ര സാലറി കിട്ടും അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ പോസ്റ്റിന് എന്ന് പറയുന്നത് 78,800 രൂപ മുതൽ 2,09,220 രൂപ വരെയാണ് പേ മെട്രിക്സ് എന്ന് പറയുന്നത്. PGTക്കാർക്കാണെങ്കിൽ, PGT അതായത് PG ടീച്ചേഴ്സിനാണെങ്കിൽ 47,600 മുതൽ 1,51,100 രൂപ വരെ എന്തുണ്ട്? സാലറി ഉണ്ട്. TGTക്കാർക്കാണെങ്കിൽ 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ TGTക്ക് സാലറി ഉണ്ട് കേട്ടോ. ലൈബ്രറിയൻ ആണെങ്കിൽ 44,900 മുതൽ 1,42,400 രൂപ വരെയാണ്. അതായത് TGTക്കാരുടെയും ലൈബ്രറിയൻ്റെയും സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, പിന്നെ ആർട്ട്, മ്യൂസിക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇവർക്ക് പേ എന്ന് പറയുന്നത്, പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് അല്ലേ? ലക്ഷങ്ങളുടെ കണക്കാണ് അല്ലേ പേ എന്ന് പറയുന്നത് അല്ലേ? ആയിരങ്ങളും പതിനായിരങ്ങളും അല്ല, ലക്ഷങ്ങളുടെ കണക്കാണ്. നല്ല സ്കെയിൽ ഓഫ് പേ ഉണ്ട് അല്ലേ? അതേപോലെ ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് ഉണ്ട് 29,200 മുതൽ 92,300 രൂപ വരെ. ഹോസ്റ്റൽ വാർഡന് 29,200 രൂപ മുതൽ 92,300 വരെയാണുള്ളത്.
അക്കൗണ്ടൻറ്റിന് 35,400 മുതൽ 1,12,400 രൂപ വരെയാണ്. ഓക്കെ, JSA അല്ലേ? ഓക്കെ, അപ്പോൾ ഈ JSAക്ക് ആണെങ്കിൽ 19,900 മുതൽ 63,200 രൂപ വരെയാണ്. ലാബ് അറ്റൻഡൻറ്റിന് 18,000 മുതൽ 56,900 വരെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? അത്യാവശ്യം നല്ല സാലറി ഉള്ള, സ്റ്റാറ്റസ് ഉള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടാവില്ലേ? എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട. ഓക്കെ, സൈറ്റ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളും അതായത് ഈ അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകളും കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.